ചാരത്തായി നീയൻ കാലിനു ദീപമായി കരുതലായി എന്നെന്നും പാലിക്കും സ്നേഹം. ചാരത്തായി നീയൻ കാലിനു ദീപമായി കരുതലായി എന്നെന്നും പാലിക്കും സ്നേഹം. കാണുന്നു ഞാനാ കാരുണ്യനാഥനെ കാൽവരി ക്രൂശിൽ യാഗമായ സ്നേഹം. സുഭാഷിതം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. When they saw the star, they rejoiced with exceedingly great joy. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിൽ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തിയതായി എഴുതിയിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണുവാനും നമസ്കരിക്കുവാനുമാണ് അവർ എത്തിയത്. തിരുവെഴുത്തുകളിൽ നിന്നും പ്രവചന പുസ്തകങ്ങളിൽ നിന്നും വരുവാനിരിക്കുന്ന മശിഹയെക്കുറിച്ചുള്ള ദൈവിക ജ്ഞാനം ഈ വിദ്വാൻമാർക്കുണ്ടായിരുന്നു. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 6 മൈൽ തെക്കുമാറി വളരെ ഒരു ചെറിയ പട്ടണമായിരുന്നു ബേത്ലഹേം. അവിടെയാണ് ഇസ്രയേലിന്റെ മഹാനായ രാജാവായിരുന്ന ദാവീദും ജനിച്ചതെന്ന് 1 ശമൂവേൽ 17:12 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്ന പേരുള്ള ഒരു എഫ്രാത്യന്റെ മകനായിരുന്നു. ബേത്ലഹേമിന്റെ പുരാതന പേര് എഫ്രാത്ത എന്നായിരുന്നു. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ മീഖ യേശു എവിടെ ജനിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരുന്നു. മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ജ്യോതിർഗോളത്തിൽ പ്രാവീണ്യമുള്ള വിദ്വാൻമാർ യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നതായി കണ്ടു. നക്ഷത്രത്തെ ലക്ഷ്യം വെച്ച് കിഴക്ക് നിന്ന് വിദ്വാൻമാർ യാത്ര തിരിച്ചു. ഒരുപക്ഷെ രാജാവായി പിറന്നവൻ കൊട്ടാരത്തിലായിരിക്കും ജനിക്കുന്നതെന്നുള്ള നിഗമനത്തിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ എത്തി. രാജാവായി പിറന്നവന് എവിടെ എന്നുള്ള വിദ്വാൻമാരുടെ ചോദ്യത്തിൽ ഹെരോദാവ് ഭ്രമിച്ചുപോയി. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം രാജാവ് കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. മീഖായുടെ പുസ്തകത്തിൽ പ്രവാചകൻ എഴുതിയിരുന്ന വാക്കുകൾ അവർ മീഖായുടെ പുസ്തകത്തിൽ നിന്നും രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തു. മത്തായി 2:6 അത് കാണാം. നക്ഷത്രം വഴികാട്ടിയായി നിന്നെങ്കിലും വിദ്വാൻമാർ സ്വന്തം നിഗമനത്തിൽ പോയതുകൊണ്ടാണ് അവർ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയത്. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ് നിങ്ങൾ ആ ശിശുവിനെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് തന്നെയും വിവരം അറിയിക്കണമെന്നുള്ള ഉത്തരവോട് വിദ്വാൻമാരെ ബേത്ലഹേമിലേക്ക് അയച്ചു എന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പുറപ്പെട്ടപ്പോൾ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ ശിശുവിനെ അമ്മയോടുകൂടെ കണ്ടു അവനെ നമസ്കരിച്ചു എന്നെഴുതിയിരിക്കുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. സന്തോഷം എന്നത് ആഗ്രഹം നിറവേറ്റുന്നതിന്റെ സ്വാഭാവികമായ ഒരു പരിണിത ഫലമാണ്. യേശുവിന്റെ ജനനം തിരുവെഴുത്തിൻ പ്രകാരം സംഭവിച്ചു എന്ന് ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. തന്നെയുമല്ല, രക്ഷകനെ കണ്ടെത്തുവാൻ മനസ്സുള്ളവർക്ക് വഴികാട്ടിയായി വെളിച്ചം നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. നാം വഴിതെറ്റി പോകുമ്പോഴും ആ വെളിച്ചം നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിലേക്ക് നാം നയിക്കപ്പെടുമ്പോഴാണ് സന്തോഷം കൊണ്ട് നിറയപ്പെടുന്നത്. യേശുവാണ് ലോകത്തിന്റെ വെളിച്ചം. ആ വെളിച്ചമാണ് നമ്മെ നയിക്കേണ്ടത്. യോഹന്നാൻ 12:35-36 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളോട് കൂടെയിരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്നു പറഞ്ഞു.
പ്രിയമുള്ളവരെ, ഈ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. അലഞ്ഞിടുവാൻ നിന്നെ അനുവദിക്കില്ല താതൻ, അനുപമ സ്നേഹത്തിൻ ഉറവിടമല്ലോ. അലഞ്ഞിടുവാൻ നിന്നെ അനുവദിക്കില്ല താതൻ, അനുപമ സ്നേഹത്തിൻ ഉറവിടമല്ലോ. അനുദിനമവൻ നമ്മെ കാത്തിടും തണലാൽ, ആനന്ദമായെന്നും വാഴ്ത്തുന്നിതാ ഞാൻ. അനുദിനമവൻ നമ്മെ കാത്തിടും തണലാൽ, ആനന്ദമായി